Hello friends, welcome to our channel. We will talk about 3 bank accounts. You can easy credit cards pre-approval. You can 3 bank accounts. We will talk about 2025 October. That is, this 3 zero balance account normally this 3 account chance famous site 3 account. CIBIL score CIBIL score generate like students students pre-approval offer normally students score score generate salary easy bank account through pre-approval offer best 3 accounts apply link apply easy PAN card, Aadhaar card, mobile number link video setup phone net phone easy account open bank issues subscribe support share and then we channel financial experience description link subscribe share Telegram channel follow deals share Instagram follow message bank account Kotak 81 account Kotak 81 account actually online account Kotak 81 account multiple accounts Kotak 81 zero balance account premium account Kotak 81 account super account Kotak 81 account offline branch account Kotak 81 zero balance account Kotak 81 account online online only account bank in the website separate actually online only account this is a account. Minimum balance normal account. Zero balance account. Recently, normal use zero balance account. Bank account minimum balance keep minimum balance public bank bank account minimum deposit interest minimum balance keep main private bank balance account high value transaction minimum balance account zero balance account recommend Kotak 81 account easy account keep account active balance FD 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 account active debitum creditum balance keep pre-approval offer credit cards bank loans personal loans account actually pre-approval offer Kotak card main link first account രണ്ടാമത്തെ അക്കൗണ്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡിലൈറ്റ് അക്കൗണ്ട് ആണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക് തന്നെയാണ്. ഡിലൈറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട്. അതിന് പേര് ഇപ്പം മാറിയിട്ടുണ്ട്. ഡിലൈറ്റ് അക്കൗണ്ട് ഇപ്പോൾ കുറേ പേരിൽ വേറെ പേരിലൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ വേറെ പേരിൽ കാണിക്കുക. അത് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. സംഭവമൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇവരുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് വെർച്വൽ കാർഡ് ഉണ്ട്, പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഡിലൈറ്റ് ഡെബിറ്റ് കാർഡും കൂടി എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇത് ഫുള്ളി യൂസ് ചെയ്യണമെങ്കിൽ ആ കാർഡിനാണെങ്കിൽ 500 രൂപ നമുക്ക് ജോയിനിങ് ചാർജ് വരുന്നുണ്ട്. ഒരു ഡെബിറ്റ് കാർഡാണത്. അങ്ങനെ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ട്. പക്ഷേ നമ്മൾ കോട്ടക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ്. അതാണ് ഞാൻ ഇതിന് ഫസ്റ്റ് ഇടാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിലും നമുക്ക് സുഖമായിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ പ്രീ അപ്രൂവൽ കാർഡ് ഓഫറും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഫുള്ള് ലൈഫ് ടൈം ഫ്രീ ആണ്. പ്രീ അപ്രൂവൽ ആയിട്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവരുടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു UPI ക്രെഡിറ്റ് കാർഡും കിട്ടും.
അപ്പോൾ അതും നിങ്ങൾക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റ് എല്ലാ വെബ്സൈറ്റിലും കയറിയിട്ട് EMI ഫീച്ചറൊക്കെ ഉള്ള പരിപാടികളാണ് കോട്ടക്കിൻ്റെ പോലെ തന്നെ. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണത്തിന് ഞാൻ ഫസ്റ്റും സെക്കൻഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇപ്പോഴത്തെ ഹൈയസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്രത്യേകിച്ച് സേവിങ്സ് അക്കൗണ്ടുകൾക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരു അല്ലെങ്കിൽ ഒരു നല്ലൊരു അക്കൗണ്ട് എന്ന് പറയാവുന്ന സാധനമാണ് സ്ലൈസ് UPI അക്കൗണ്ട്. സ്ലൈസ് UPI അല്ല, സ്ലൈസ് സേവിങ്സ് അക്കൗണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡും കൊടുക്കുന്നുണ്ട്. നോർമലി ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ആദ്യം കുറച്ച് ഒരു മാസം മുമ്പ് ഇൻവിറ്റേഷൻ കിട്ടിയവർക്കൊക്കെ സുഖമായിട്ട് അപ്രൂവ് ആവുന്നുണ്ടെന്നു. ഈ മാസം പക്ഷേ ഇൻവിറ്റേഷൻ കിട്ടിയവർക്കൊക്കെ റിജക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇവരുടെ അക്കൗണ്ട് സൂപ്പറായിട്ട്. അത് ആക്ച്വലി ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇപ്പോൾ സ്ലൈസ് എന്ന് പറയുന്നത്. പണ്ടൊരു NBFC ആയിരുന്നു, പിന്നെ ഒരു സ്മോൾ ഫിനാൻഷ്യൽ ബാങ്കിൻ്റെ ലൈസൻസ് ഒക്കെ കിട്ടി. എന്ന് വെച്ചാൽ ഒരു നോർത്ത് ഈസ്റ്റ് ബാങ്കിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ പോലും 5.5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്. FD ഇട്ട് കഴിഞ്ഞാൽ 8.5% കിട്ടും. അപ്പോൾ അങ്ങനത്തെ നിങ്ങളൊരു എന്താ പറയുക ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വിത്ത് ഹൈ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം സുഖമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അത്യാവശ്യം നിങ്ങൾ യൂസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ UPI ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഓഫറും വരുന്നുണ്ട്. ഇപ്പോൾ എന്ത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നത് കുറേ പേരുടെ ഈ മാസം, അതായത് ഈ ഒരു ആഴ്ചയിൽ കുറേ പേർക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 99% ആൾക്കാർക്കും റിജക്റ്റ് ആയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അവരുടെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചാൻസ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇൻവിറ്റേഷൻ വന്നവർക്കൊക്കെ സുഖമായിട്ട് അപ്രൂവ് ആവുന്നുണ്ടെന്ന് 700 സിവിൽ സ്കോറുള്ളവർക്ക് പോലും, അതായത് സ്റ്റുഡൻസിന് പോലും സുഖമായിട്ട് അപ്രൂവൽ ആവുന്നുണ്ടെന്ന് വിത്തൗട്ട് ഇൻകം പ്രൂഫ്. അപ്പോൾ ഇതെന്തായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാനാണ് ചാൻസ്. പ്രത്യേകിച്ച് അവർ ഒരു പുതിയതായിട്ടൊരു കാർഡ് ഓഫേർഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അപ്രൂവലായിട്ട് വരാൻ ചാൻസ് കൊടുത്തത് നമ്മുടെ റോർ ബാങ്കിൻ്റെ ഒക്കെ പോലെ തന്നെ. ഇതിനാകുമ്പോൾ റോർ ബാങ്കിന് ഇത്ര കാലം EMI ഫെസിലിറ്റി വന്നില്ല, പക്ഷേ ഇപ്പോൾ EMI ഫെസിലിറ്റീസ് വന്നു. ഇതിന് പക്ഷേ ഓൾറെഡി നോക്കോസ് EMI ഫെസിലിറ്റി ഒക്കെ വരുന്നുണ്ട്. പിന്നെ അപ് ടു 3% ക്യാഷ് ബാക്ക് ആളൊക്കെ തരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ് ടു ആണ്, 1% കിട്ടിയാൽ ഓക്കെ. ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 3 ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒക്ടോബറിൽ 2020 എടുക്കാൻ പറ്റുന്ന ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് കേട്ടോ. മറക്കണ്ട. പ്രത്യേകിച്ച് പ്രീ അപ്രൂവൽ ഓഫേഴ്സ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.